എറണാകുളത്ത് നിന്ന് ഒരു 10-11 മണിയാകുമ്പോൾ തിരിച്ച് റിട്ടേൺ വീട്ടിലെത്തണം. അതാണ് പ്ലാൻ. നമ്മളൊരു 6:30 ആയപ്പോൾ ഇറങ്ങിയതാണ്. 6:30ക്ക് നമ്മൾ വൈപ്പിനിൽ നിന്ന് കൊച്ചിയിലേക്ക് ഫെറി ത്രൂ ആണ് ട്രാവൽ ചെയ്തത്. സീ നല്ല റഫായതുകൊണ്ട് തന്നെ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ വിറച്ച സിറ്റുവേഷൻസ് ഉണ്ടായി. നടുക്കെത്തിയപ്പോൾ ഭയങ്കരമായിട്ട് തിര വന്നിട്ട് നല്ലോണം ഇത് ആടി. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അത് കഴിഞ്ഞ് നേരെ ആ വിഷമം മാറ്റാൻ നമ്മുടെ കുഞ്ഞിക്കട കടയുണ്ട്. അവിടെ നല്ല മട്ടൻ ചാപ്സും കടികളൊക്കെ കിട്ടും. നമ്മളത് കഴിച്ചിട്ടാണ് പിന്നെ കണ്ടിന്യൂ ചെയ്തത്. ഇവിടെ നമ്മുടെ 2 ഫ്രണ്ട്സ് കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 4 പേരാണ് ഇന്നത്തെ റൈഡിലുള്ളത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റോപ്പ് നമ്മളെടുത്തത് ചെല്ലാനം. ചെല്ലാനത്ത് കടൽ ഭിത്തിയൊക്കെ കെട്ടിയിട്ട് അവിടെ ഒരു വാക്ക് വേ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കടലാക്രമണത്തിൽ നിന്നുള്ള പ്രൊട്ടക്ഷനുമായി നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടും ആയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ രാവിലെ നടക്കാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ്. ആൻഡ് അവിടുത്തെ ഒരു വൈബ് നല്ല രസമാണ്. ആൻഡ് നമ്മൾ നേരെ മാരാരിക്കുളം ബീച്ചാണ് നമ്മുടെ ഡെസ്റ്റിനേഷനെങ്കിലും പോകുന്ന വഴി നമുക്ക് തോന്നുന്നിടത്തൊക്കെ നിർത്തിയിട്ടാണ് പോകുന്നത്. കാരണം ഷോർട്ട് റൈഡാണെന്ന് നമുക്കറിയാം. ഈവനിങ് സൺസെറ്റൊക്കെ കണ്ട് നടക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ അത്. ഇതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് വൈപ്പിനിലുള്ള ആ ഒരു LNG ടാങ്കാണോ കാണുന്നതെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ആ സൈഡിൽ LNG ടാങ്കുകളൊക്കെ കാണാൻ പറ്റും. ആൻഡ് നമ്മുടെ കൂടെ ഇന്നുള്ളത് നമ്മുടെ CBR ഉണ്ട്, പിന്നെ ഒരു C900, ടൈഗർ സ്പോർട്ട് 660 ആൻഡ് ഒരു ആഫ്രിക്ക ട്വിൻ. ഇവിടെ വരുന്നവർക്ക് വേസ്റ്റ് ഇടാൻ ക്ലിയർ ആയിട്ട് ഇവിടെ വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ബട്ട് എല്ലാ വേസ്റ്റും കറക്റ്റായിട്ട് ഈ കടൽ ഭിത്തിയുടെ അപ്പുറത്തേക്ക് കല്ലിൻ്റെ ഇടയിലോട്ടാണ് എല്ലാവരും ഇട്ടിരിക്കുന്നത്. അവിടേക്ക് ഇറങ്ങി ആരെങ്കിലും ക്ലീൻ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലത്ത് വേസ്റ്റ് ഇടുന്നതിൻ്റെ ലോജിക്കാണ് എനിക്ക് മനസ്സിലാവാത്തത്. റോഡ്സൊക്കെ നല്ല നാരോ-ആണ് ആൻഡ് അൺപ്രഡിക്റ്റബിൾ ആണ്. ചില സ്ഥലത്ത് വെള്ളക്കെട്ടുകളുണ്ടാവും, ചില സ്ഥലത്ത് ആൾക്കാർ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടാവും. എല്ലാം നാരോ റോഡ്സ് ആയതുകൊണ്ട്. നമ്മൾ നെക്സ്റ്റ് സ്റ്റോപ്പ് എടുത്തത് അർത്തുങ്കൽ ബീച്ചിലാണ്. ആൻഡ് അവിടെ ജസ്റ്റ് ബീച്ച് സൈഡിലൊന്ന് ഇറങ്ങി കുറച്ച് നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്തു. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മുടെ മാരാരിക്കുളത്തടുത്തുള്ള കടൽപ്പാലമാണ്. ഗൂഗിളിലെ ലൊക്കേഷൻ കിടപ്പുണ്ട്. കടൽപ്പാലത്തിൻ്റെ ആക്ച്വൽ പർപ്പസ് എന്ന് വെച്ചാൽ കടലിൻ്റെ ആ ഫോഴ്സ് കുറച്ചിട്ട്, അതായത് ഇവിടെ മത്സ്യബന്ധനത്തിനൊക്കെ പോകുന്ന വള്ളങ്ങൾ കരയ്ക്കടുപ്പിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതേപോലെ കടലിലേക്ക് നീട്ടിയിട്ടിട്ട് കടൽപ്പാലം പണിയാന്നുള്ളത്. സെയിം രീതിയിൽ നമ്മൾ മുനമ്പം ഹാർബർ സൈഡിൽ പോയാലും ഹാർബറിലേക്ക് വള്ളങ്ങൾ കയറാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് നീട്ടി അഴീക്കൽ ബീച്ചിൽ നിന്നും മുനമ്പം ബീച്ചിൽ നിന്നും ഇതേപോലെ കടൽപ്പാലം ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് അവിടെ മുനമ്പം സൈഡ് പോയാൽ കാണാൻ പറ്റും. ബട്ട് അവിടെയൊക്കെ കുറച്ച് റഫാണ്. ഇവിടുത്തെ കടൽപ്പാലം കുറച്ച് ബെൻഡ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും ഫോഴ്സ് വെള്ളം ഇപ്പുറത്തേക്ക് വരുന്നില്ല. അതുകൊണ്ട് കുറച്ച് എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നു. ആൻഡ് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് വണ്ടികളൊന്നും പോവില്ല. നമ്മൾ വണ്ടിയൊക്കെ ഇവിടെ വെച്ചു. പിന്നെ കുറച്ച് അങ്ങോട്ടേക്ക് നടന്നു. സൺസെറ്റിൻ്റെ സമയത്തൊക്കെ വന്നാലാണ് ഇവിടുത്തെ വൈബ് നമുക്ക് ശരിക്കും ക്ലിയറായിട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. കുറച്ച് നേരം അവിടെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു വന്ന വഴിക്കാണെങ്കിൽ നല്ല അടിപൊളി മഴയും കിട്ടി. അങ്ങനെ മഴയോട് കൂടി ഇന്നത്തെ റൈഡ്